അതോടൊപ്പം ആജ്ഞ കൊച്ചിയിൽ മറ്റൊരു കേസിൽ എളമക്കര സ്വദേശിയായ അതുൽ കൃഷ്ണയെ പിടികൂടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 16 ഗ്രാം LSD സ്റ്റാമ്പ് അടക്കം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് അറിയുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ വെള്ളിയാഴ്ച വൈഷ്ണവ എന്ന് പറയുന്ന തണ്ണീർമുക്കം സ്വദേശി അയാളുടെ കയ്യിൽ നിന്ന് LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തിരുന്നു. അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ അതുൽ കൃഷ്ണ എന്ന ആളുടെ കയ്യിൽ ഇത്തരത്തിൽ കയ്യിൽ 16 LSD സ്റ്റാമ്പുകൾ ഉണ്ട്. അതുപോലെ 8 ഗ്രാം ഹാഷിഷ് ഓയിലും അയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയത്. ഈ വൈഷ്ണവിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഇയാളെ പിടികൂടിയത്. എളമക്കര പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് അതുൽ കൃഷ്ണയെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇവര് കൊച്ചിയിൽ ചെറുപ്പക്കാർക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളുകളാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ മനസ്സിലായി വരുന്നതേയുള്ളൂ. യുവാക്കൾക്കിടയിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഈ ആളുകൾ എന്ന് തന്നെയാണ്. അതേസമയം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് നിരവധി കേസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കൊച്ചിയിൽ ലഹരി വേട്ട തുടരുകയാണ്. അതിന്റെ ഭാഗമായി പിടിക്കപ്പെട്ട രണ്ടുപേരും 19-20 വയസ്സുള്ള ചെറുപ്പക്കാരാണ് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. എന്തായാലും ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ഇതിന്റെ ക്യാരിയർ ആവുക അല്ലെങ്കിൽ വിൽപ്പനക്കാരാവുക തുടങ്ങിയ തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും പുറത്തു വരുന്നത്. കാരണം ദിനംപ്രതി കൊച്ചിയിൽ നിന്നും പിടികൂടുന്ന ഈ തരത്തിൽ ലഹരിയുമായി പിടികൂടുന്ന ആളുകൾ ഇത്തരത്തിൽ ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, അതായത് യുവാക്കൾക്കിടയിൽ ഇത് വ്യാപകമാകുന്നതിന്റെ അസ്വസ്ഥതയും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ചും നേരത്തെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുമുള്ള നിരീക്ഷണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൊച്ചി ലഹരിവേട്ട തുടരുകയാണ്. ലഹരി കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ ചുറ്റിപ്പറ്റിയും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഡാൻസ് ഓഫ് സംഘം. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.